ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അമ്പത് തുടങ്ങിയ പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ഇവിടെ ഞങ്ങളുടെ ഇടവപ്പള്ളി കുർബാന ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറ്റാവുന്ന ദിവസങ്ങളെല്ലാം തന്നെ പോകാറുണ്ട്. പിള്ളേർ ഞാനും ചേട്ടായും ഒക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ഇന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ജോഷിന് സ്കൂളിൽ ആനിവേഴ്സറി ഉണ്ട്, ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഉച്ചയൊക്കെ ആയപ്പോൾ തിരിച്ചു വന്നു. എന്നിട്ട് 7 മണിക്ക് കുർബാന. അപ്പം 6:30 ആകുമ്പം 6:30 വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ കുരിശിന് വഴി ഉണ്ടാകും, അല്ലാത്ത ദിവസമാണെങ്കിൽ 6 തൊട്ട് 7 മണി വരെ ജപമാല ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് അതൊക്കെ കൂടാലോ, വെള്ളിയാഴ്ചയായിരുന്നു. അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ 6:30 ആയപ്പം ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നു. ഞാൻ ചേട്ടായും പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഗേറ്റ് അടച്ചിട്ട് പോയില്ലെങ്കിൽ താറാവ് ഉള്ളതുകൊണ്ട് അവരെ ഗേറ്റ് തുറന്നിട്ട് പോയി അവർ സവാരിക്ക് പോകും. തിരിച്ചു വരുമ്പം താറാവ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എവിടെ പോയാലും ഗേറ്റ് അടയ്ക്കണം. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാട്ടോ. പോകുമ്പോഴും ഗേറ്റ് അടയ്ക്കണം, വരുമ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് തുറക്കണം. ഒരു ചടങ്ങ് തന്നെ അതിപ്പം. എന്നാൽ പാവം താറാവിനെ കാണുമ്പോൾ ആർക്കും കൊടുക്കാനായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. ഭയങ്കര സ്നേഹം താറാവിനെ. പുറകെ ഇങ്ങനെ നടന്നോളൂ രണ്ടും കൂടി. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇല്ല കേട്ടോ, 2-3 മിനിറ്റ് വണ്ടി ഇരുന്നാൽ തന്നെ നമ്മൾ സ്ഥലത്തെത്തും. അത്ര അടുത്ത പള്ളി. 3 മിനിറ്റ് പോരായിരിക്കും, ഒരു 5 മിനിറ്റ് എന്തായാലും വേണ്ടി വരുമായിരിക്കും. പള്ളിയിലെത്തിയപ്പം ജോഷു എല്ലാം കയറി പോവാ, സ്റ്റെപ്പൊക്കെ നടന്ന് കയറുക, ജുവാനും കയറുന്നുണ്ട്. അപ്പം ഞങ്ങളൊന്ന് വളരെ നേരത്തെ എത്തി, കാരണം 6:30 ആയില്ല, 6:20-25 കണ്ടായപ്പോൾ ഞങ്ങൾ എത്തിയായിരുന്നു. അപ്പം തുടക്കത്തിലെ കുരിശിൻ്റെ വഴി കൂടാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നേരത്തെ പോയത് കേട്ടോ. അപ്പം അവിടെ പള്ളിയിൽ ഒരു ചെറിയൊരു മീൻകുളം ഉണ്ട്. അപ്പോൾ ഉമ്മാരോട് അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കും, മീനിനെ കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞിട്ട്. മീനിനെ കണ്ട് അവിടെ വെള്ളമുണ്ട്, കുടിക്കാൻ വെച്ചേക്കുന്നത്. വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ കുർബാനയൊക്കെ കൂടി തിരിച്ചിറങ്ങിയപ്പോഴേക്കും രാത്രി ഒരു 7-7:45 ആവാനായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മാർ കുറച്ച് നേരമൊക്കെ ചേട്ടൻ്റെ ഫ്രണ്ടിനോട് വർത്താനം പറഞ്ഞിട്ട് പിന്നെ ഉമ്മാർ പള്ളിമുറ്റത്ത് കൂടെ വിശാലമായ സ്ഥലമല്ലേ, ഓടി ചാടി കളിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഓൾറെഡി ബർഗർ വാങ്ങി തരുമോ എന്ന് ചോദിച്ചിട്ടാണ് പള്ളിയിലേക്ക് വന്നത്. അപ്പം തിരിച്ച് പോകുമ്പോൾ ബർഗർ വാങ്ങി തരാമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ ഒരു ബർഗർ ഷോപ്പുണ്ട്. പുതുതായിട്ട് തുടങ്ങി, ഒരു വർഷം 2-3 മാസമായിട്ടുള്ള തുടങ്ങും. 3-4 മാസമായിട്ട്, ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം അവിടെ കയറിയിട്ട് എന്നാൽ പിന്നെ ബർഗർ വാങ്ങി കൊടുത്താക്കാന്നൊക്കെ ഞങ്ങൾ അവിടെ കയറി. അപ്പോൾ അവിടെ അവരുടെ സ്പെഷ്യലായിട്ട് എന്തോ ഒരു ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ മെനു കാർഡിൽ കാണിച്ചത്. അപ്പോൾ ഞങ്ങളത് വാങ്ങി കഴിച്ചു കേട്ടോ. ഓർഡർ കൊടുത്തിട്ട് നല്ല അടിപൊളി സാധനം. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കഴിക്കുന്നത്. ഫ്രൈഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ അതിൻ്റെ മേലേക്ക് സോസുകളൊക്കെ മിക്സ് ആക്കിയിട്ടൊക്കെ വെച്ച് അതായത് നല്ല രുചി ഉണ്ടായിരുന്നു. ഫ്രൈഡ് ചിക്കൻ ചെറിയ കുഞ്ഞു പീസാക്കിയിട്ട് നമ്മൾ ഈ പോപ്പ് ചിക്കൻ മീൻസ് പോപ്പ് ചിക്കൻ്റെ രുചിയല്ല കേട്ടോ എനിക്ക് തോന്നിയത്. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. അത് ഒരു പ്ലേറ്റ് ഞങ്ങൾ വാങ്ങി, ഞാൻ ചേട്ടനും കൂടെ ഫുള്ള് കഴിച്ചു. കുറച്ച് ജോഷുവും കഴിച്ചു കേട്ടോ. ജോഷായിക്ക് ബർഗർ വേണ്ടോ, അവന് ബർഗറും വാങ്ങിക്കൊടുത്തു. അപ്പോൾ അവന് മറ്റേ ലെറ്റ്യൂസൊക്കെ വെച്ചിട്ടുള്ള ബർഗറായിരുന്നു വേണ്ടേ, അതവിടെ ഇല്ലായിരുന്നു ലെറ്റ്യൂസൊന്നും കിട്ടാനില്ലാന്ന് തോന്നുന്നു. പിന്നെ സാധാ ബർഗറെ കൊടുത്ത് പുള്ളിനെ അഡ്ജസ്റ്റ് ആക്കി. ജുവാനുള്ളത് ഞങ്ങൾ പാഴ്സലും വാങ്ങി കഴിച്ചു, അല്ലെങ്കിൽ ജുവാൻ എണീക്കും അവൻ്റെ ബർഗർ ചോദിക്കൂലേ. പിന്നെ ഞങ്ങൾ അൽഫാമിൻ്റെ കൂട്ടത്തിൽ കോംബോ ആയിട്ട് റൈസ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അൽഫാമിൻ്റെ കൂട്ടത്തിൽ റൈസ് അങ്ങനെ കാണുന്നത്. അൽഫാം കുബൂസും ഒക്കെ അല്ലെങ്കിൽ മന്തിയും ഒക്കെ, അല്ലാതെ അൽഫാം റൈസും നല്ല അടിപൊളി റൈസ് കേട്ടോ. അത് ഇങ്ങനെ ഏതത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും കുടിച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. പിന്നെ അപ്പം ജോഷിയൊക്കെ ഒരു ഐസ്ക്രീം വേണം, ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. ജുവാൻ ഒരു ഐസ്ക്രീം മാച്ചേട്ട ഫ്രീ തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി.